വളരെ വൈകാരികമായിട്ടാണ് ഇന്ന് പി അൻവർ മാധ്യമങ്ങളെ സമീപിച്ചത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഒരു സിമ്പതി നിലമ്പൂറുകാർക്കിടയിൽ നേടിയെടുക്കുക എന്നൊരു ലക്ഷ്യം അതിന് പിന്നിലുണ്ടാവും. രുചിയുള്ള കറിവേപ്പില തന്നെയാണ് പി വി അൻവറിനെ എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുമോ അത്രത്തോളം ഉപയോഗിച്ചതിന് ശേഷമാണ് ഇപ്പോൾ വലിച്ചെറിഞ്ഞിരിക്കുന്നത്. പി അൻവർ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ്? എൻ്റെ കയ്യിൽ മത്സരിക്കാൻ പണമില്ല. എം.വി. ഗോവിന്ദൻ മാസ്റ്ററും പി അൻവറും തമ്മിലുള്ള ഒരു അന്തർധാര അത് കേരള രാഷ്ട്രീയം വീണ്ടും ചർച്ച ചെയ്തോണം. പി അൻവർ UDF-ലെത്തും. ഈ ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് തന്നെ തുണി ഉരിഞ്ഞ് മഴ നനഞ്ഞു നിൽക്കുന്ന ഒരുത്തന്റെ അവസ്ഥയിലാണ് പി അൻവർ ഉള്ളത്. നമസ്കാരം, വൈറ്റ്സ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. നിലമ്പൂരിൽ വളരെ തലയെടുപ്പോടെ നിന്ന ഒരു നേതാവായിരുന്നു പി അൻവർ. പക്ഷെ ആരോപണങ്ങൾ ഉന്നയിച്ചു, തിരിച്ച് അവര് അതുപോലെ തന്നെ പ്രത്യാക്രമണങ്ങൾ നടത്തി. അങ്ങനെ UDF-ൽ എടുക്കാതെ, അതുപോലെ തന്നെ LDF ഉൾക്കൊള്ളാതെ അങ്ങനെ ഒരു നിലപാടിലായിരുന്നു അൻവർ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് രാവിലത്തെ പത്രസമ്മേളനം ഏറെ വേദന തോന്നുന്ന ഒരു തരത്തിലുള്ളതാണ്. കാരണം അത്രയധികം വിഷമത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചതുപോലെയും സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളതുപോലെയൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അൻവറിന് ഇനിയൊരു മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും? വളരെ വൈകാരികമായിട്ടാണ് ഇന്ന് പി അൻവർ മാധ്യമങ്ങളെ സമീപിച്ചത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഒരു സിമ്പതി നിലമ്പൂറുകാർക്കിടയിൽ നേടിയെടുക്കുക എന്നൊരു ലക്ഷ്യം അതിന് പിന്നിലുണ്ടാവാം. പക്ഷേ അതിനകത്തൊക്കെ അപ്പുറത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പലതും യാഥാർത്ഥ്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പല ഭൂമികളും അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചില ഭൂമികളിലൊക്കെ ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ക്രയവിക്രയം നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കാത്ത അവസ്ഥയുണ്ട്. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ അൻവർ 2-3 തെരഞ്ഞെടുപ്പുകളിലായിട്ട് കോടികൾ പൊടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കാനായിട്ട് യാതൊരുവിധ താല്പര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് അദ്ദേഹം 2021 തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പോൾ UDF-ൽ അദ്ദേഹം വലിയൊരു അഭയം ലഭിക്കും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ വെച്ചിരുന്നു. പക്ഷെ ആ പ്രതീക്ഷ അസ്തമിക്കുകയാണ്. പലപ്പോഴും നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ്, വികാരമല്ല വേണ്ടത്, വിവേകത്തോടു കൂടിയുള്ള പെരുമാറ്റം ആണ് വേണ്ടത് എന്നുള്ളത്. ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തം കാര്യം മാത്രമേ എല്ലാവരും നോക്കത്തുള്ളൂ. കാരണം പണം ഒരു പ്രാവശ്യം നഷ്ടപ്പെട്ടാൽ പിന്നെ അത് തിരിച്ചു കിട്ടത്തില്ല. നമ്മളുടെ പണമൊക്കെ ഉപയോഗിച്ച്, അതായത് പി അൻവറിനെ പോലുള്ള ആളുകളുടെയൊക്കെ പണം ഉപയോഗിച്ച് പലരും രാഷ്ട്രീയ പാർട്ടികൾ നേട്ടം കൊയ്യും. പക്ഷേ അവസരം വന്നാൽ വെറും കറിവേപ്പില, അതായത് ഇന്നലെ പി അൻവർ പറഞ്ഞതുപോലെ വെറും കറിവേപ്പില പോലെ എടുത്ത് മാറ്റിക്കളയും. മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് പി അൻവർ ആ കറിവേപ്പിലേക്ക് രുചിയുണ്ടാണ്, ഏത് കറിയിലിട്ടാലും രുചി ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അല്ല, തീർച്ചയായിട്ടും രുചിയുള്ള കറിവേപ്പില തന്നെയാണ് പി അൻവറിനെ എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുമോ അത്രത്തോളം ഉപയോഗിച്ചതിന് ശേഷമാണ് ഇപ്പോൾ വലിച്ചെറിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പി അൻവറിൻ്റെ അവസ്ഥ എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയാണ്. പി അൻവർ കൊൽക്കട്ടയിൽ എത്തി. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം നമ്മൾ കണ്ടതാണ്. ആദ്യം DMK-യിൽ ചേരാൻ വേണ്ടിയിട്ട് ചെന്നൈയിലെത്തുന്നു. അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ കോള് പോകുന്നു. മുഖ്യമന്ത്രി ഇതിനെ നേരിട്ടിടപെട്ട് പി അൻവറിന് DMK-യിൽ അഭയം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നെ SP, AAP ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ചർച്ച നടത്തി. പിന്നെ DMK ഒരു സംഘടന രൂപീകരിച്ച് അദ്ദേഹം മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം അദ്ദേഹം എത്തിപ്പെട്ടതാണ് തൃണമൂൽ കോൺഗ്രസ്സിൽ ഇദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്? താൻ കേരളത്തിൽ ഒരു ശക്തിയാണെന്നും തന്നെ കൊണ്ട് 2026 തെരഞ്ഞെടുപ്പിൽ TMC-ക്ക് വേണ്ടിയിട്ട് UDF-ലും LDF-ലും ചേരാതെ കുറച്ച് MLA-മാരെ ഉണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ TMC വലിയ പ്രതീക്ഷയാണ് പി അൻവറിൻ്റെ മേൽ അർപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇങ്ങനെ UDF-ൻ്റെ പിറകെ ഇങ്ങനെ നടക്കുന്നത് കാരണം അൻവറിനെ മമതാ ബാനർജി അല്ലെങ്കിൽ അഭിഷേക് ബാനർജി തന്നെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒറ്റയ്ക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ഒറ്റയ്ക്ക് മത്സരിച്ച് കഴിഞ്ഞാൽ 10,000-ന് മുകളിലെങ്കിലും വോട്ട് നേടാനായിട്ട് പി അൻവറിന് സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ അത് പി അൻവറിൻ്റെ രാഷ്ട്രീയ പരാജയമായിരിക്കും. എന്നേക്കുമായിട്ട് പി അൻവറിൻ്റെ രാഷ്ട്രീയം അവിടെ അവസാനിച്ചു പോകും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം കരുതിയതാണ് സ്വന്തമായിട്ട് മറ്റൊരു പാർട്ടി ഉണ്ടാക്കി, അതായത് UDF പറഞ്ഞിരുന്നു തൃണമൂൽ കോൺഗ്രസിനെ UDF-നെ ഘടകകക്ഷിയാക്കുന്നതിന് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അത് ശരിയാണ്. അതൊരു പലവട്ടം ആലോചിച്ചതിന് ശേഷം മാത്രമേ തൃണമൂൽ കോൺഗ്രസിനെ പോലൊരു പാർട്ടി UDF-ന് അതിലെടുക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ UDF-ൻ്റെ അകത്തുനിന്ന് തന്നെ പി അൻവർ പറഞ്ഞതനുസരിച്ചിട്ട് തന്നെ വന്ന നിർദ്ദേശമാണ് പുതിയൊരു പാർട്ടി ഉണ്ടാക്കി
UDF-ലേക്ക് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിനിടയിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഷ്ട്രീയമായ ഒരു അബദ്ധം PV അൻവറിന് സംഭവിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആര്യാടൻ ഷൗക്കത്തിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷവും ഷൗക്കത്ത് നല്ലൊരു സ്ഥാനാർത്ഥിയല്ല എന്നും അദ്ദേഹം ഇവിടെ മത്സരിച്ചാൽ പരാജയപ്പെടുമെന്നും പറഞ്ഞതോടുകൂടി അത് UDF-നെതിരായിട്ട് മാറി. അദ്ദേഹം UDF-ന് എതിരായിട്ടാണ് പറഞ്ഞത്. കാരണം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആർക്കും എന്ത് അഭിപ്രായവും പറയാം. പക്ഷെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം ആ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞതിന് ശേഷം എനിക്ക് ആ മുന്നണിയിൽ കയറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ ശരിയാവും? അതിനെയാണ് മൊത്തത്തിൽ എതിർത്തത്. പക്ഷേ ഇന്ന് അൻവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, ചില രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുണ്ട്. കോൺഗ്രസ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ചില സീറ്റുകളുണ്ട്. അവിടെ സ്ഥിരം ചില സ്ഥാനാർത്ഥികളുണ്ട്. ഈ സ്ഥാനാർത്ഥികളാണ് ആ മണ്ഡലം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരൊന്നും ജനപ്രീതിയുള്ള നേതാക്കന്മാരല്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അങ്ങനെയുള്ള ഒരു 5 സ്ഥലങ്ങൾ, 5 സീറ്റ് PV അൻവറിന് വേണം. അതോടൊപ്പം തന്നെ മുന്നണി പ്രവേശനം വേണം. അസോസിയേറ്റ് മെമ്പർ ആയാലും കുഴപ്പമില്ല, പക്ഷെ 5 പരാജയപ്പെടുന്നതായിക്കൊള്ളട്ടെ, 5 സീറ്റ് അൻവറിന് വേണം. ഈ നിർദ്ദേശത്തെയൊക്കെ അപ്പാടെ UDF തള്ളിക്കളഞ്ഞതോടുകൂടിയാണ് PV അൻവർ നിരാശനായി മാറി എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഇന്നത്തെ PV അൻവറിൻ്റെ ഒരു പത്രസമ്മേളനം എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് പറയണം എന്നറിയാതെ എല്ലാം വിളിച്ചു പറയുന്ന, എന്തൊക്കെയോ പറയുന്ന ഒരു PV അൻവർ. കാരണം എൻ്റെ കയ്യിൽ പണമില്ല, ഒരു 10,000 രൂപ പോലും എൻ്റെ കയ്യിൽ എടുക്കാനില്ല എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ടും നിരാശനാണ്. പക്ഷേ അദ്ദേഹം ഉയർത്തിക്കൊണ്ട് വന്നിരുന്ന ചില ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങൾ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. PV അൻവറിനെ പൂർണ്ണമായിട്ടും UDF കൈയൊഴിയാൻ പാടില്ല. അങ്ങനെ കൈയൊഴിഞ്ഞാൽ അത് UDF-ന് നഷ്ടം ഉണ്ടാക്കും. അത് നിലമ്പൂരിൽ മാത്രമല്ല, തൊട്ടടുത്ത ചില നിയമസഭാ മണ്ഡലങ്ങളിലും അതിൻ്റെ പ്രതിധ്വനികൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ പക്ഷം. ഇനിയിപ്പോ ഇങ്ങനെയാണെങ്കിൽ അൻവർ ഇനി എന്തായിരിക്കും അടുത്തൊരു നിലപാടെന്ന രീതിയിലേക്ക് അൻവർ ഇനി ഏത് തരത്തിലേക്കാകുമ്പോൾ അൻവർ മത്സരിക്കുമോ? അൻവർ മത്സരിക്കാൻ താല്പര്യമില്ല, ശേഷിയില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അതോ തൃണമൂലിൽ മറ്റാരെങ്കിലും മത്സരിക്കുമോ? അതിന് UDF-ലേക്ക് തന്നെ അവര് ഇതിന്റെ എല്ലാം ഒരു അവസാനം ഒരു ട്വിസ്റ്റ് എന്ന നിലയിൽ അൻവർ UDF-ലേക്ക് ഉൾക്കൊള്ളുമോ? നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നൊരു കാര്യമാണ്, തൃണമൂൽ കോൺഗ്രസിന് ഉറപ്പായിട്ടും ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും. അവർക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ഷൻ ചെലവിന് ആവശ്യമായിട്ടുള്ള പണം അത് ദേശീയ നേതൃത്വം, TMCയുടെ ദേശീയ നേതൃത്വം നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നത് സജി മഞ്ഞക്കടമ്പിൽ തന്നെയായിരിക്കും. പക്ഷേ അതിനു മുമ്പായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ PV അൻവർ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഒരു പക്ഷേ UDF-നകത്തേക്കുള്ള എൻട്രിക്കും സാധ്യതകളുണ്ട്. PV അൻവർ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ്? എൻ്റെ കയ്യിൽ മത്സരിക്കാൻ പണമില്ല എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പൂർണ്ണമായിട്ടും ദരിദ്രനായിട്ട് മാറി. അതിൻ്റെ അർത്ഥം എന്താണ്? PV അൻവറിന് ഈ ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ഇലക്ഷനിൽ, നിലമ്പൂർ ബൈ ഇലക്ഷനിൽ PV അൻവർ മത്സരിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുടക്കാൻ പണമില്ല. പണമില്ലാത്തത് മാത്രമാണോ? അത് അവിടുത്തെ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ ജയിക്കില്ല? അതുണ്ട്. അത് കൂടാതെ തന്നെ TMC എന്ന പാർട്ടിയുടെ പേരിലാണ് മത്സരിക്കുന്നതെങ്കിൽ ആ ദേശീയ നേതൃത്വം പണം മുടക്കാൻ തയ്യാറാണ്. എങ്കിൽ തന്നെയും അൻവറിന് പണമില്ല എന്നുള്ള കാരണത്താൽ അൻവർ ഒരു കാരണം പറയുന്നതാണ്, പണമില്ലാത്തതിനാൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന്. പക്ഷേ അവിടെ ഒരു TMCയുടെ ഒരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ TMCയുടെ ദേശീയ നേതൃത്വം ഉറപ്പായിട്ടും സാമ്പത്തികമായ സഹായങ്ങളൊക്കെ ചെയ്യും. പക്ഷേ അവിടെ മത്സരിക്കുമ്പോൾ അൻവറിന് അറിയാം, അൻവർ അവിടെ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ വിജയിക്കില്ല എന്ന്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അൻവർ പിടിക്കുന്ന വോട്ടുകൾ അത് UDF-ൻ്റെ വോട്ടുകളായിരിക്കും. അങ്ങനെ വരുമ്പോൾ M സ്വരാജിൻ്റെ വിജയം അവിടെ സുനിശ്ചിതമായിട്ട് മാറും. അപ്പോൾ പിണറായി സത്തിനെതിരെ പറയുകയും എന്നാൽ പിണറായി വിജയൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ PV അൻവർ ആരോപണ വിധേയനാവും. അപ്പോൾ നമ്മൾ മുൻ ചർച്ചകളിലൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നത് പോലെ MV ഗോവിന്ദൻ മാസ്റ്ററും PV അൻവറും തമ്മിലുള്ള ഒരു അന്തർധാര അത് കേരള രാഷ്ട്രീയം വീണ്ടും ചർച്ച ചെയ്തു തുടങ്ങും. കാരണം ഈ PV അൻവർ ആദ്യ കാലങ്ങളിൽ പിണറായി വിജയനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഇദ്ദേഹത്തിന് പിന്തുണ ലഭിച്ചിരുന്നു. ആ ഒരു പിന്തുണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇദ്ദേഹം ഇത്ര ശക്തമായ വിമർശനങ്ങൾ പിണറായി വിജയന് നേരെ ഉയർത്തിയിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോയിക്കൂടാ. അപ്പോൾ PV അൻവറിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ രക്തസാക്ഷിയുടെ പരിവേഷം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അടുത്ത തവണ നിലമ്പൂരോ അതല്ലെങ്കിൽ മറ്റ് തൊട്ടടുത്ത കോഴിക്കോടോ അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറച്ച് സീറ്റുകൾ വാങ്ങിക്കുക എന്നൊരു ലക്ഷ്യമാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഇന്നോ നാളെയോ പ്രഖ്യാപിക്കാൻ പോകുന്നത് UDF-മായിട്ടുള്ള ഇന്നിപ്പോൾ UDF അസോസിയേറ്റ് മെമ്പറാക്കാം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും അസോസിയേറ്റ് മെമ്പർ ആവാൻ വേണ്ടി തയ്യാറാവത്തില്ല. അപ്പോൾ അദ്ദേഹം പറയാൻ പോകുന്നത് എന്താണ്?
ഞാൻ TMCയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചതിന് ശേഷം ഞാൻ പുതിയൊരു പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു മറ്റ് UDF-ലെ ഘടകകക്ഷികളെക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ PV അൻവറിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുകയും ആ പാർട്ടിയെ UDF-ൽ എടുക്കുന്നതിന് പ്രശ്നം വരത്തില്ല. ഇതിന് കാലതാമസം ഉണ്ടാവത്തില്ലേ ഈ പാർട്ടി രൂപീകരിച്ച്? അല്ല, പാർട്ടി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് പതുക്കെ മതിയല്ലോ. ഇപ്പോൾ ഒരു പാർട്ടി പ്രഖ്യാപിക്കാം, ഒരു പേര് പ്രഖ്യാപിക്കാം, പിന്നീട് അത് ഇലക്ഷൻ കമ്മീഷന്റെ ഒക്കെ അംഗീകാരം മേടിച്ചാൽ മതി. അത് 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പുതിയ പാർട്ടി രൂപീകരിച്ച് ആ പാർട്ടിയുടെ പേരിൽ അദ്ദേഹത്തിന് UDF-ൽ അതായത് സ്ഥിരം ഘടകകക്ഷിയാവാൻ വേണ്ടി പറ്റും. അങ്ങനെ ഘടകകക്ഷിയാവുന്ന അൻവർ കുറച്ചുകൂടി ശക്തനാവും. ഇരു മുന്നണികളിലും ഇല്ലാതെ അൻവറിന് ഒരിക്കലും പിടിച്ചു നിൽക്കാനാവത്തില്ല. ഒന്നാമത് അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ അവസ്ഥ വളരെ മോശമാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അദ്ദേഹത്തിന്റെ ആഫ്രിക്കയിലുണ്ടായിരുന്ന ബിസിനസ്സിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ അസറ്റുകളെല്ലാം ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഈ ഇടത് സർക്കാർ അദ്ദേഹത്തെ ഉപദ്രവിക്കാവുന്നതിന്റെ മാക്സിമം ഉപദ്രവിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ വെല്ലുവിളികൾ, PV അൻവർ ഇതിനു മുമ്പ് പല ആളുകളോട് നടത്തിയിട്ടുള്ള വെല്ലുവിളികൾ, ഈ വെല്ലുവിളികളൊക്കെ തന്നെയാണ് PV അൻവറിന് ഇന്ന് തിരിച്ചടിയായിട്ട് മാറിയിരിക്കുന്നത്. ഇനി PV അൻവറിനെ സംബന്ധിച്ചിട്ട് PV അൻവർ UDF-ലെത്തും ഈ ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് തന്നെ, അതായത് വോട്ട് പോൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ PV അൻവർ UDF-ലെത്തും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പോൾ അങ്ങനെ എത്തുന്ന PV അൻവർ UDF-ന്റെ ഭാഗമായിട്ട് തന്നെ ഘടകകക്ഷിയായിട്ട് തന്നെ തുടരും. ഈ TMCയുടെ അസോസിയേറ്റ് മെമ്പർ ആക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഒരു പ്രസ്താവന നടത്തിയെങ്കിലും TMCയുടെ ദേശീയ നേതൃത്വം അത് അംഗീകരിക്കേണ്ടേ? TMCയുടെ ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് UDF-ലേക്ക് കയറണമോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ TMCയുടെ ദേശീയ നേതൃത്വം പറയുകയാണ് UDF-ന്റെ ഭാഗമാകുവാൻ തങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ തീർന്നവിടെ. അവിടെ PV അൻവറിനുള്ള പ്രസക്തി. ഇതൊരു ദേശീയ പാർട്ടിയാണ് TMC എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള TMCയുടെ ദേശീയ നേതൃത്വം പറയുകയാണ് ഞങ്ങൾ UDF-ലേക്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ? ആ ഒരു സമ്മർദ്ദം PV അൻവറിന്റെ മേലുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ചകളിൽ പറഞ്ഞതാണ്. കാരണം ഈ UDF-ന്റെ പടിവാതിലൊക്കെ പോയി PV അൻവർ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് ദേശീയ തലത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ക്രെഡിബിലിറ്റിക്ക് മോശമാണ് എന്നുള്ള കാര്യത്തിൽ അവർ വളരെ ശക്തമായ ഒരു കലിപ്പിലാണുള്ളത്. അത് അഭിഷേക് ബാനർജി ആണെങ്കിലും മമതാ ബാനർജി ആണെങ്കിലും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതിധ്വനി ഇവിടെ ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് PV അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി ശോഭനമാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പക്ഷം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എല്ലാം നഷ്ടപ്പെട്ട് നടുറോഡിൽ തുണി ഉരിഞ്ഞ് മഴ നനഞ്ഞ് നിൽക്കുന്ന ഒരുത്തൻ്റെ അവസ്ഥയിലാണ് PV അൻവർ ഉള്ളത്. ആ PV അൻവർ കൂടുതൽ സിമ്പതി നിലമ്പൂരുകാരുടെ ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോവുക അവിടെ UDF-ന്റെ പരാജയമായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക. പരസ്പരമുള്ള വിട്ടുവീഴ്ചകളിലൂടെ PV അൻവറും UDF-ഉം ഒന്നിച്ചു പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ പക്ഷം.